നടി ലക്ഷ്മി ഗോപാലസ്വാമി വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്തകൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു. മലയാളത്തിലെ ഒരു പ്രശസ്ത നടനെയാണ് നടി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന സൂചന വന്നതോടെ മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയുമൊക്കെ പേരുകളായിരുന്നു ആദ്യം ഉയർന്നു വന്നത്. നിരവധി ആളുകളാണ് വാർത്തയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. 52 വയസ്സായില്ലേ, ആരെയെങ്കിലും ഇനി വിവാഹം കഴിക്കട്ടെ, കേട്ട വാർത്ത സത്യമാകണേ എന്നാണ് ചിലർ പറയുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയ താരമായി മാറിയ ലക്ഷ്മി ഒരു മികച്ച നർത്തകി കൂടിയാണ്. ലോഹിതദാസിന്റെ സംവിധാനത്തിൽ 2000-ൽ പുറത്തിറങ്ങിയ അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലക്ഷ്മി ഗോപാലസ്വാമിയുടെ അരങ്ങേറ്റം. ചിത്രത്തിൽ നായകനായി എത്തിയത് മമ്മൂട്ടിയായിരുന്നു. അരയന്നങ്ങളുടെ വീട്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ലക്ഷ്മി ഗോപാലസ്വാമിയെ തേടി മികച്ച അവസരങ്ങൾ ഒന്നും വന്നിരുന്നില്ല. അടുത്തിടെ റൊമാന്റിക് വേഷങ്ങൾ നഷ്ടപ്പെടാനിടയായതിന്റെ കാരണവും താരം തുറന്നു പറഞ്ഞിരുന്നു. അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിലെ 2 കുട്ടികളുടെ അമ്മ വേഷം ചെയ്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊരു റൊമാന്റിക് നായികയായി അഭിനയിക്കേണ്ടല്ലോ എന്ന ചിന്തയിലാണ് ആ വേഷം ചെയ്തത്. അത് ചെയ്തു കഴിഞ്ഞ് ലോഹി സാർ പറയുമായിരുന്നു, ലക്ഷ്മി സിനിമയ്ക്ക് വിപരീതമായ വളരെ ബോൾഡായ ഒരു കഥാപാത്രം ചെയ്യണമെന്ന്. ഞാൻ ഹിന്ദിയിൽ ഒരു വേഷം ചെയ്തിരുന്നു, ഒരു ജേർണലിസ്റ്റിന്റെ വേഷം. പക്ഷെ നിർഭാഗ്യവശാൽ ചിത്രം പുറത്തിറങ്ങിയില്ല. വിനയന്റെ ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ നല്ലൊരു വേഷം ലഭിച്ചെങ്കിലും നായിക എന്ന നിലയിൽ മലയാളത്തിൽ കൂടുതൽ സിനിമകൾ ചെയ്യാൻ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് കഴിഞ്ഞിട്ടില്ല. തനിയെ, പരദേശി പോലുള്ള സമാന്തര ചിത്രങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടാതിരുന്നതും ലക്ഷ്മി ഗോപാലസ്വാമിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാത്തതിന് കാരണമാകുകയായിരുന്നു.